എല്ലാ വെള്ളിയാഴ്ചയും പോലെ രാവിലെ തന്നെ അലാറമൊക്കെ വെച്ച് എണ്ണീറ്റു. ഇന്ന് വീഡിയോ എടുക്കണം, പക്ഷെ കണ്ടന്റ് ഒന്നും ആയിട്ടുമില്ല. ആകെ ശോകം. പിന്നെ ഒന്നും നോക്കിയില്ല, പല്ല് തേച്ചു കുളിച്ചു, എന്നിട്ടൊരു കോഫി അങ്ങോട്ട് ഇട്ടു. കോഫി കുടിയായി കഴിഞ്ഞ് നേരെ കമ്പ്യൂട്ടറിൻ്റെ ഫ്രണ്ടിലേക്ക്. കണ്ടന്റിന് വേണ്ടിയുള്ള തപ്പലുകൾ തകൃതിയായി നടക്കുന്നതിനിടയ്ക്ക് ഫേസ്ബുക്കിലേക്ക് ഒരു എത്തിനോട്ടം. അപ്പോഴാണ് നഗ്ന സത്യം ഞാൻ തിരിച്ചറിഞ്ഞത്. എൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈൽ പിക്ചർ ലാസ്റ്റ് അപ്ഡേറ്റ് ചെയ്ത് 2017 അതുകൊണ്ട് ചങ്ക് തകർന്ന് ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു. അപ്പം നമുക്കൊരു പടം പിടിക്കാം. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നവാഡിക്ക്. അപ്പോൾ തുടക്കത്തിൽ കണ്ടതുപോലെ ഞാനിന്നൊരു ഫോട്ടോ എടുക്കാൻ പോവാണ്. ഞാൻ ഈ റൂമിൽ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്, അതുകൊണ്ട് തന്നെ എൻ്റെ ഫോട്ടോ എടുക്കാൻ ഇവിടെ വേറെ ഒരാളില്ല. മാത്രമല്ല പുറത്തു പോയി നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനും അല്ല ഇപ്പം. അതുകൊണ്ട് തന്നെ റൂമിനകത്തിരുന്ന് ഇവിടുത്തെ തന്നെ ലൈറ്റ്സും ഇവിടുത്തെ തന്നെ പ്രോപ്പർട്ടീസും ഒക്കെ യൂസ് ചെയ്ത് ക്രിയേറ്റീവായിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫിയാണ് ഞാൻ ട്രൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. റൂമിനകത്തിരുന്ന് തന്നെയുള്ള ഒരു ഫോട്ടോഗ്രാഫി ആയതുകൊണ്ട് ഈ റൂം ബാക്ക്ഗ്രൗണ്ടായിട്ട് വരുന്ന ഫോട്ടോ അത്രയ്ക്ക് രസം ഉണ്ടായിരിക്കത്തില്ല. സോ നമ്മളൊരു ഡാർക്ക് മോഡിലുള്ള ഫോട്ടോഗ്രാഫിയാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. ഡാർക്ക് മോഡിലുള്ള ഫോട്ടോഗ്രാഫി ആയതുകൊണ്ട് നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ മാക്സിമം രാത്രിയിൽ ട്രൈ ചെയ്യാൻ ശ്രമിക്കുക. ഞാനും ഇപ്പോൾ ഈ രാത്രിയിലാണ് ഈ ഫോട്ടോ എടുക്കുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തു നിന്നുള്ള ലൈറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ലുക്ക് ഈ ഫോട്ടോയിൽ കിട്ടത്തില്ല. സോ ഞാനിന്നിവിടെ യൂസ് ചെയ്യുന്ന ക്യാമറ എന്ന് പറയുന്നത് കാനോണിന്റെ തന്നെ ബേസിക് മോഡലായ 1300D എന്ന് പറയുന്ന ക്യാമറയാണ്. മാത്രമല്ല ലെൻസ് 50mm 1.8 കാനോണിന്റെ ലെൻസാണ് യൂസ് ചെയ്യുന്നത്. 50mm 1.8 ലെൻസ് എന്തിനാണ് എടുത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊരു ഡാർക്ക് മൂഡിലുള്ള ഒരു ഫോട്ടോ ആയതുകൊണ്ട് തന്നെ ലൈറ്റ് വളരെ കുറവായിരിക്കുമല്ലോ. അപ്പം വൈഡ് ഓപ്പൺ ആയിട്ടുള്ള ലെൻസുകൾ നമുക്ക് ആവശ്യമാണ്. സോ ഞാൻ 50mm 1.8 ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിവിടെ യൂസ് ചെയ്യാൻ പോകുന്ന മെയിൻ ലൈറ്റ് സോഴ്സ് എന്ന് പറഞ്ഞാൽ ടി വി ആണ്. ടി വിക്കകത്ത് പല ടൈപ്പിലുള്ള ബാക്ക്ഗ്രൗണ്ട്സ്, അതായത് കളർഫുൾ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട്സ് ഇട്ട് അതിൽ നിന്ന് വരുന്ന ആ ഒരു കളർഫുൾ ആയിട്ടുള്ള ലൈറ്റ് വെച്ചാണ് ഞാൻ എന്നെ ലൈറ്റ് അപ്പ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ഈ റൂമിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്താനുണ്ട്. മേശയൊക്കെ കുറച്ച് മുമ്പോട്ട് വലിച്ചിടണം, അതുപോലെ ടി വി കുറച്ച് മുമ്പോട്ടാക്കണം. അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാതെ നേരെ ആ പരിപാടിയിലേക്ക് പോവാം. ഞാൻ ഓൺലൈനിൽ നിന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട പിക്ചേഴ്സ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അത് പെൻഡ്രൈവിലേക്ക് മാറ്റി പെൻഡ്രൈവ് ടി വിയിൽ കണക്ട് ചെയ്തിട്ടാണ് പിക്ചേഴ്സ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഞാനൊരു റെഡ് ബ്ലൂ പാറ്റേൺ ഉള്ള ഒരു പിക്ചറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ വീഡിയോയിൽ കണ്ടേക്കുന്ന പോലെ ക്യാമറ എന്നിൽ നിന്ന് കുറച്ച് ദൂരെ മാറിയാണ് ഇരിക്കുന്നത്. ഈ ക്യാമറ ഞാനിങ്ങനെ കൺട്രോൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇറങ്ങുന്ന ഒട്ടുമിക്ക എൻട്രി ലെവൽ ക്യാമറാസിനും നമുക്ക് വൈഫൈ യൂസ് ചെയ്ത് ഫോണിലൂടെ ക്യാമറ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനുണ്ട്. സോ ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് അത് തന്നെയാണ്. കാനോണിൻ്റെ ക്യാമറ കണക്ട് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ് അവൈലബിൾ ആയിട്ടുള്ളത്. സോ അതിൻ്റെ ഇൻ്റർഫേസാണ് നിങ്ങൾ ഈ സൈഡിൽ കാണുന്നത്. സോ ഇതിനകത്ത് നിങ്ങൾ ആ ഡിസ്പ്ലേയിൽ ഞാൻ എൻ്റെ ഫേസിൽ എൻ്റെ കണ്ണിൻ്റെ അടുത്തിടെ ടച്ച് ചെയ്യുമ്പം ആ ഒരു ഭാഗം ഫോക്കസ് ആവുകയും ചെയ്യും. നമ്മുടെ ഫോണിൽ ഫോട്ടോ എടുക്കുന്ന പോലെ തന്നെ ഫോട്ടോ എടുക്കുക എന്നുള്ളൊരു പ്രൊസീജിയറേ ഉള്ളൂ. സോ എൻ്റെ ഫോണിലെ ഈ ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് ക്യാമറയുടെ സെറ്റിങ്സ് കാണാൻ പറ്റുന്നതാണ്. ഷട്ടർ സ്പീഡ് 1/30 ആണ്, അതുപോലെ അപ്പർച്ചർ 1.8. ISO ഞാനിവിടെ 800 ആണ് ഇട്ടിരിക്കുന്നത്. ടി വിക്ക് അത്യാവശ്യം വലിയ സ്ക്രീൻ സൈസ് ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു ലൈറ്റ് അവിടെ പ്രൊഡ്യൂസ് ആവുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ലാപ്ടോപ്പോ അതുപോലെ അത്യാവശ്യം ടാബോ ഒക്കെ യൂസ് ചെയ്ത് ഇത്തരം ഫോട്ടോഗ്രാഫി ട്രൈ ചെയ്യാവുന്നതാണ്. ഞാനിവിടെ എടുത്ത ഫോട്ടോസ് നമുക്കിനി കാണാം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. മാത്രമല്ല ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ബി ഹാപ്പി ആൻഡ് സ്റ്റേ സേഫ്. വിൽ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. വിത്ത് ലവ്, അലൻ.